കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ 4 മണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് നട തുറന്നു. ശ്രീകോവിലിനതാ നെയ്വിളക്കുകളെല്ലാം നല്ല പോലെ ശോഭയോടുകൂടി കത്തുന്നു. നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനതാ പുഞ്ചിരി തൂകി നിൽക്കുകയാണ്. തൻ്റെ ഭക്തന്മാരെ എല്ലാവരെയും അനുഗ്രഹിക്കാനായി കാത്തിരിക്കുകയാണ്. തിരുമുഖം ചന്ദനം ചാർത്തി, നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട്. ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. മാറത്ത് ഒരു സ്വർണ്ണത്തിലകവും ഒരു സ്വർണ്ണമാലയും ചാർത്തിയിരിക്കുന്നു. പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് പീതാംബരപ്പട്ട് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട്. കയ്യിൽ ഓടക്കുഴലും ഒരു കദളിപ്പഴവുമുണ്ട്. പൊന്നിൻ കിരീടം ചാർത്തി, കിരീടത്തിന്മേൽ തിരുമുടിമാലകളും വനമാലകളും ചാർത്തിയിരിക്കുന്നു. ആ പൊന്നുണ്ണിക്കണ്ണനെ കാണാൻ എന്തൊരു ഭംഗിയാണെന്നോ. നല്ല പോലെ കൗതുകത്തോടുകൂടി പുഞ്ചിരിച്ച് നിൽക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണനെയാണ് മേൽശാന്തി ഇന്ന് അലങ്കരിച്ചിരിക്കുന്നത്. ആ അലങ്കാരം കണ്ട് നട തുറന്ന സമയത്ത് ഭക്തജനങ്ങളെല്ലാവരും നാരായണ നാമം ചൊല്ലി അതാ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി ഓടി വരുന്നു. ആ സോപാനപ്പടിയിൽ നിന്ന് പ്രാർത്ഥിച്ച് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കണു. കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണു. ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ദിവ്യ കൈശോര വേഷരൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് ഒരു നിമിഷം കണ്ണടച്ച് ആ രൂപം നല്ല പോലെ ഉൾക്കൊണ്ട് പ്രാർത്ഥിച്ച് ആ മനസ്സിലൊന്ന് പ്രതിഷ്ഠിക്കുക. അതിട്ട് ആ കണ്ണനെ കുറച്ച് നേരം നമുക്ക് ലാളിച്ച് ആ കണ്ണനൊരു മുത്തെല്ലാം കൊടുത്ത് ആ കണ്ണനോട് നമുക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കാം, പ്രാർത്ഥിക്കാം, നാമം ചെല്ലാം. ഉറക്കെ നാമം ചൊല്ലിക്കോളൂ കേട്ടോ. നാരായണ 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 നാരായണ. ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ അനുഗ്രഹം എപ്പോഴും നമുക്കുണ്ടാവും. നാരായണ 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 ഉറക്കെ ചൊല്ലിക്കോളൂ കേട്ടോ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ. ഈ നാമത്രയ മന്ത്രം ചൊല്ലിക്കോളൂ. നമ്മുടെ ജീവിതം സുന്ദരമാകും, ഐശ്വര്യപ്രദമാകും. യാതൊരു തരത്തിലുള്ള ക്ലേശങ്ങളും അനുഭവിക്കേണ്ടി വരില്ല. ഋഷീശ്വരന്മാർ നമുക്ക് ഈ കലികാലത്ത് ഭക്തന്മാർക്ക് ജപിക്കാനായിട്ട് കൈമാറി തന്ന അമൂല്യ മന്ത്രമാണ് മൂലത്രയ മന്ത്രം എന്ന് പറയും. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ.